ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ടെയിൽസ് ബൈ വർഷ. ഞാൻ ലാസ്റ്റ് ഡേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലോട്ടസ് വരയ്ക്കുന്നതും ഇപ്പോൾ ലോട്ടസ് വരയ്ക്കുന്നതും തമ്മിലുള്ളൊരു ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ചേഞ്ച് കൊണ്ടുവന്നത്. ആ ടിപ്സും ട്രിക്സും നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ വീഡിയോ ആണ് ഇത്. അപ്പോൾ എങ്ങനെയാണ്, റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ സെൻറ്ററിൽ ഒരു ക്രോസ് വരയ്ക്കുകയാണ്. ക്രോസിൻ്റെ ടോപ്പ് പാർട്ടിലായിട്ട് നമ്മളൊരു ഓവൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നു. ഒരു ചെറിയ ഓവൽ, ആ ചെറിയ ഓവലിൻ്റെ പുറത്ത് വലിയൊരു ഓവൽ, എന്നിട്ട് ഈ സെൻട്രൽ ലൈനിൻ്റെ താഴെയായിട്ട് സെമി ഓവൽ കർവ് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കാണിക്കുന്നത് പോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഞാൻ ഈ പോയിൻ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ പേപ്പറിൽ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോയിൻറ്റുകളെല്ലാം ജോയിൻ ചെയ്യുവാണ്. ഓക്കെ, ഈ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, ചെറുതായിട്ട് പണി പാടി ഞാൻ ഈ ജോയിൻ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് പാടാണ്, കളർ അല്ലേ, പേപ്പറിൻ്റെ കളറ് കാരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് കാണാൻ പരുവത്തിന് ഞാൻ നിങ്ങൾക്ക് ചെരിച്ച് വെച്ച് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാനത് പേപ്പർ മാറ്റാൻ എന്താണെന്ന് ചോദിച്ചാൽ അറ്റ് ദ എൻഡ് നമുക്ക് ഈ പേപ്പറിൽ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ മാറ്റാഞ്ഞത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ജോയിൻ്റ് എല്ലാ പോയിൻറ്റും ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഡീറ്റെയിലിങ്. ഓക്കെ, മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ലോട്ടസിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റും. സൈഡിൽ മിസ്സായി പോയിട്ടുള്ള പെറ്റൽസും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളതിൻ്റെ ലാസ്റ്റിൽ നമ്മളതിൻ്റെ സ്റ്റെം വരച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എക്സസ് ആയിട്ടുള്ള ഈ നമ്മൾ ആദ്യം വരച്ച എല്ലാ വരകളും റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ നമ്മുടെ ലോട്ടസിൻ്റെ ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് കളറിങ്ങിലോട്ട് പോകാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, യെല്ലോ എടുത്തിട്ട് ആ അകത്തെ ഇന്നർ പാർട്ടിലുള്ള ബഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ലൈറ്റ് പിങ്ക് ബേസ് കൊടുക്കുകയാണ്. ബേസ് ഫുൾ പെറ്റലിനും ഫുൾ ലൈറ്റ് ബേസ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഷെയ്ഡ് എടുക്കുകയാണ്. അടുത്ത പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡ് എടുക്കുന്നു. അത് ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലവറിൻ്റെ എല്ലാ പെറ്റൽസിനും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡ്, ഡാർക്ക് റെഡ്, അങ്ങനെ നമ്മൾ ഓരോ കളറ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്ത് ഷെയ്ഡ്, ലൈറ്റും ഷെയ്ഡും അനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണ്. അടുത്ത നമ്മൾ ലീഫ് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ ആദ്യം യെല്ലോ കളറ്, ലൈറ്റ് യെല്ലോ ഷെയ്ഡെല്ലാം കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നു. ലീഫും എല്ലാം ചെയ്ത് അതിൻ്റെ ഡാർക്ക് പോർഷനിൽ ബ്രൗണും ബ്ലാക്കും ഒക്കെ കൊടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് നമ്മൾ വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്തു, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അതും അപ്ഗ്രേഡ് ചെയ്ത് പോവാണ്. അങ്ങനെ നമ്മുടെ ലോട്ടസ് ഫിനിഷായി. അപ്പോൾ ഇത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഒരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അത് ആ പേപ്പറിൻ്റെ കൂടെ ഉണ്ട്. ഇനി നമ്മൾ ഇത് ഫുള്ളും ഒരു വൈറ്റ് പേപ്പറിൽ 1 2 3 4 5 ലോട്ടസ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതേ സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോ ചെയ്യുവാണ്. കണ്ടോ, അതായത് ലോട്ടസ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നതും വെള്ളത്തിൻ്റെ ലെവലിൽ നിൽക്കുന്നതുമായിട്ടുള്ള ലെവലിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആദ്യം നമ്മുടെ ക്രോസ് വരയ്ക്കുന്നു. നമ്മുടെ ഓവൽ ഷേപ്പ്, അകത്ത് ചെറിയ ഓവൽ, പുറത്ത് വലിയ ഓവൽ, പിന്നെ താഴെ ആ വരയുടെ താഴെ സെമി ഓവൽ ഷേപ്പ് വരയ്ക്കുന്നു. ഞാൻ പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പോയിൻ്റിൽ കൂടെ എല്ലാ പെറ്റൽസും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ. പിന്നെ നമ്മൾ അതിൻ്റെ ബഡ്സ് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ലീഫ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എക്സസ് ആയിട്ടുള്ള ആദ്യം വരച്ച എല്ലാ ലൈൻസും റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളുടെ പെൻസിൽ വെച്ച് നമ്മൾ വരച്ചിരിക്കുന്നത് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കളർ പെൻസിൽ യൂസ് ചെയ്യുമ്പം അത് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ലൈൻസ് എല്ലാം ലൈറ്റ് ആക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നു, അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ മറ്റേ ലോട്ടസ് വരച്ച പോലെ തന്നെ. പിന്നെ നമ്മൾ മിഡിൽ പോർഷനിൽ നമ്മൾ ബഡ്സ് യെല്ലോ കളർ കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ റെഡ് കളറ് അപ്ഗ്രേഡ് ചെയ്ത് എല്ലാ കളേഴ്സും നമ്മൾ കൊടുത്തു വരുമ്പോൾ നമ്മുടെ ലോട്ടസ് നല്ല ഭംഗിയായിട്ട് വരും. അതിൻ്റെ ലൈറ്റും ഷെയ്ഡും അനുസരിച്ച് നമ്മളിതുപോലെ കൊടുക്കണം. താഴത്തെ പോർഷനിൽ, താഴത്തെ പെറ്റലിൽ നമ്മൾ ഗ്രീൻ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ലീഫിനും ഇതുപോലെ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലാക്ക് ഒക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ നല്ല ഷേപ്പ് വരുത്തിയെടുക്കണം. നെക്സ്റ്റ് നമ്മൾ വാട്ടറിൻ്റെ
ബ്ലൂ കൊടുക്കുന്നു, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ലീഫിൻ്റെ താഴെയും ഫ്ലവറിൻ്റെ താഴെയൊക്കെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണം. അങ്ങനെ ലൈറ്റും ഷെയ്ഡും നമുക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ പിക്ചർ ഫിനിഷ് ആകുവാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വരും, പെയിൻറ്റിങ്ങും ക്രാഫ്റ്റും എല്ലാം വരും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.